വൈകുന്നേരം മഴ കണ്ടപ്പോൾ കോഴി ചൂടാനൊരാശ. അപ്പുറത്തെ വരിയത് പൂച്ച എന്താ ഗമിയില നമ്മളിവിടെ വന്നിരിക്കണത്. അപ്പൊ നമ്മൾ കോഴി ചൂടാനുള്ള ഓരോ ഐറ്റംസ് എടുത്തു. ഈ ഫാൻ എന്തിനടുത്ത് എന്നുള്ളത് വയ്യ മനസ്സിലാവും. നമുക്ക് കോഴി ചൂടാനുള്ള അടുപ്പ് സെറ്റ് ചെയ്തുകൊണ്ട് കാണുക. അപ്പൊ ഞാൻ ഉപ്പയും കൂടിയിട്ട് ഓരോ ഭാഗത്തുനിന്ന് ഹോളോ ബ്രിക്സ് ഒക്കെ പെറുക്കി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഇവിടുന്നും കട്ടകളൊക്കെ പെറുക്കി കൊണ്ടുവന്നുകൊണ്ട് കിണീന്റെ ഇടയിലാണ് അമ്മോന് ഗ്രില്ല് ചെയ്യാനുള്ള ഫുൾ സെറ്റപ്പ് ആയിട്ട് ഇങ്ങനെ കയറി വരുന്നത്. നല്ലൊരു സഹതാപത്തോട് കൂടിയുള്ള ഒരു നോട്ടം അമ്മോന്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ അതിൽ തന്നെ ചെയ്യാൻ. കുടുംബത്തിൽ എന്തെങ്കിലും പരിപാടി എടുക്കുമ്പോൾ ഒരു പണി ചെയ്യാണ്ട് നോക്കിക്കണ ഒരാൾ എല്ലായിടത്തും ഉണ്ടാവും. അതാണ് ഞങ്ങളുടെ ഈ ഒരു അമ്മോണി. എന്താ അതാ ഇതെന്തോ സംഭവം എന്ത് പുട്ടോ ഓരുടെ അടിയിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കേണ്ടി നമ്മൾ കോഴിയുടെ ഉണ്ടോ മൂപ്പരാള് ഇടക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ട് പോകും. അതിന്റെ ഇടയിലാണ് ഇപ്പൊ വന്നപ്പോ ഐസ്ക്രീം കൊണ്ടുവന്നത്. അങ്ങനെ കോഴി ചൂടലിന്റെ ഏറ്റവും ടാസ്ക് പിടിച്ച പരിപാടിയായ കണല് റെഡിയാക്കല് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ കോഴിയൊക്കെ നമ്മൾ മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കണലൊക്കെ റെഡിയായപ്പോ പിന്നെ നമ്മൾ ഓരോ ചിക്കനായിട്ട് ഗ്രില്ലുമ്പോൾ കയറ്റി. അങ്ങനെ ഇനി ഇതെല്ലാം പാടെ നമുക്ക് ചുട്ടെടുക്കണം. അങ്ങനെ നമ്മളെല്ലാം കണലുമൊക്കെ കയറ്റി. പിന്നെ വീഡിയോ എടുക്കണ കണ്ടപ്പോ പണി എടുക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അത് ഉമ്മമാരുടെ സ്പെഷ്യൽ ശർക്കര മാങ്ങ. ഉമ്മമാരുടെ പ്രത്യേകത ഒരു പഴയ കാലത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി തരും. അങ്ങനെ അതിന്റെ ഇടയിൽ നമ്മുടെ അടുത്ത ടീമും എത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ചുട്ട് കഴിഞ്ഞ്. അപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഗ്രില്ലും കയറ്റിയപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഒരു പീസ് എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെല്ലാവരും ഇരുന്ന് ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങിട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പൊ സലാം.